തോന്നുന്നു. റിട്ടയർമെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒഴിവ് സമയമാണ് അല്ലേ? അവിടെ നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ നല്ലൊരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫൈദ ഫറഗത ഫൻസോബ് എന്നാണ്. നീ ഒരു കാര്യത്തിൽ നിന്നും പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പരിപാടിയിലേക്ക് നീ അതിനെ ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ആളുകളാവട്ടെ അല്ലാത്തവരാവട്ടെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആവാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിരന്തരമായി പരിശ്രമിക്കാനുള്ളൊരു പരിശ്രമം, ഒന്നുകിൽ വായനകളാവാം, ഖുർആൻ പാരായണങ്ങളാവാം, ഖുർആൻ പഠനങ്ങളാവാം, അതുപോലെ ദീനി ദാവാ പ്രവർത്തനങ്ങളാവാം, അതുപോലെ കുടുംബത്തിലെ നല്ല സന്ദർശനങ്ങളാവാം, അതുപോലെ നമ്മുടെ വീടിന് പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. വീടുകളില്ലാത്തവർ വളരെ അപൂർവമാണല്ലോ. ഇനി അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെന്റിലാണെങ്കിൽ പോലും അതിൻ്റെ പരിസരത്തുണ്ട്. അവിടെ എന്തെങ്കിലും ചെറിയ ഗാർഡനിങ് നമുക്കാവാം. ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ്. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ നമുക്ക് പല രോഗങ്ങളും പല അസുഖങ്ങളും ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ നമ്മിലേക്ക് വരികയും വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവനുള്ള സിംറ്റംസ് ഒക്കെ എനിക്കുണ്ടല്ലോ, എനിക്കും ഇത് തന്നെയാണല്ലോ എന്നുള്ളൊരു ആധിയാണ് നമ്മുടെ മനസ്സുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയം നമ്മുടെ ലൈഫിൽ ഇല്ലാതിരിക്കുക. അതിനുവേണ്ടിയാണ് റിട്ടയർ ചെയ്യുന്ന ആളുകളാവട്ടെ അല്ലാത്തവരാവട്ടെ ശ്രദ്ധിക്കേണ്ടതെന്ന്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് അമിതമായ ആധിയും വ്യതയൊന്നും ആവശ്യമില്ല. അള്ളാഹു നമുക്കൊരു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ വരെ സധൈര്യം ധീരമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുക തന്നെ വേണം, അതിന് മെഡിസിൻ എടുക്കുക വേണം. എന്നാൽ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകളെ നമ്മൾ ഒഴിവാക്കിയേ മതിയാവും എന്ന് കൂടി ഇവിടെ പറയണം.